ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയ്ക്ക് ഉത്തേജനം പകരുന്നത് ലക്ഷ്യമിട്ട് സെമി കോൺ ഇന്ത്യ 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. ഭൂകമ്പം നാശം വിതച്ച അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ സഹായം എത്തിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നാളികേരത്തിന്റെ അനന്ത സാധ്യതകൾ തിരിച്ചറിയുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക നാളികേര ദിനം. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എറണാകുളത്ത് നാളികേര ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ വേദിയാകും. ഇന്ത്യയിൽ മത്സരം നടക്കുന്നത് 17 വർഷത്തിനു ശേഷം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സെമികോൺ ഇന്ത്യ 2025 ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയ്ക്ക് ഉത്തേജനം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. നാളെ രാവിലെ നടക്കുന്ന സമ്മേളനത്തിലും സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്നു മുതൽ ഈ മാസം 4 വരെ നടക്കുന്ന സമ്മേളനം ഇന്ത്യയിൽ കരുത്തുറ്റതും പ്രതിരോധ ശേഷിയുള്ളതും സുസ്ഥിരവുമായ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇന്ന് തമിഴ്നാട് സന്ദർശിക്കുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ചെന്നൈയിൽ സിറ്റി യൂണിയൻ ബാങ്കിന്റെ 120ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ പങ്കെടുക്കും. തിരുവാരൂരിൽ നടക്കുന്ന തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയുടെ 10ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി സംബന്ധിക്കും. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകുന്നേരം ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരുമായും സിംഗപ്പൂർ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിൽ ഇന്ത്യ നടത്തിയ ശ്രമങ്ങളെ ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രശംസിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കാൻ ഇന്ത്യ എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. यूक्रेन में चल रहे संघर्ष के विषय में हम लगातार चर्चा करते रहे हैं. हाल में किए गए शांति के सभी प्रयासों का हम स्वागत करते हैं. हम आशा करते हैं कि सभी पक्ष कंस्ट्रक्टिवली आगे बढ़ेंगे. संघर्ष को जल्द से जल्द खत्म करने और स्थायी शांति स्थापित करने का रास्ता खोजना होगा. ये पूरी मानवता की पुकार है. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായും യൂറോപ്യൻ നേതാക്കളുമായും നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങൾ യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി ശ്രീ മോദിയുമായി പങ്കുവച്ചിരുന്നു. ആഗോളതലത്തിൽ ഇന്ത്യയുടെ നയതന്ത്രപരമായ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിലെ സുപ്രധാന ചുവടുവയ്പാണ് പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ഷാങ്ഹായ് സഹകരണ സംഘടനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം വർദ്ധിച്ചുവെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൌഹൃദം മെച്ചപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ സഹായം എത്തിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മൌലവി അമീർ ഖാൻ മുത്തഖിയുമായി അദ്ദേഹം ചർച്ച നടത്തി. കാബൂളിലെ 1000 കുടുംബങ്ങൾക്ക് ഇന്ത്യ ടെന്റുകൾ എത്തിച്ചതായും കൂടുതൽ ദുരിതാശ്വാസ വസ്തുക്കൾ അയക്കുമെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. ജൽ ജീവൻ മിഷന് കീഴിൽ രാജ്യത്തെ എല്ലാ ഗ്രാമീണ കുടുംബങ്ങൾക്കും സുരക്ഷിതമായ കുടിവെള്ളം ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ ഇന്നലെ ന്യൂഡൽഹിയിൽ സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ വട്ടമേശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മേഖലയിലെ നവീകരണം, മാലിന്യത്തിൽ നിന്നുള്ള ഊർജ്ജ ഉൽപാദനം, കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ശുചിത്വ നടപടികൾ എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രി എടുത്തു പറഞ്ഞു. ഇതാദ്യമായി എയർ ഇന്ത്യ SATS എയർപോർട്ട് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന് സുരക്ഷാ അനുമതി നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിൽ ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ്, എയർപോർട്ട് സേവനങ്ങൾ എന്നിവയ്ക്കുള്ള എയർ ഇന്ത്യയുടെയും SATS ലിമിറ്റഡിന്റെയും സംയുക്ത സംരംഭമാണ് AISATS. പ്രത്യേക വ്യോമയാന സുരക്ഷാ നിയമങ്ങൾ പ്രകാരമാണ് അംഗീകാരം. ഇതോടെ ഏഷ്യ പസഫിക് മേഖലയിൽ മലേഷ്യയ്ക്ക് ശേഷം ICAO മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ഇത്തരമൊരു സമഗ്ര ചട്ടക്കൂട് നടപ്പിലാക്കുന്ന 2ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. കർഷകരുടെ പരാതി പരിഹാരം സംബന്ധിച്ച് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു.
പരാതികളും നിർദ്ദേശങ്ങളും നൽകാനും മറ്റ് സേവനങ്ങൾക്കുമായി ഏകീകൃത പോർട്ടൽ തയ്യാറാക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. കർഷകരുടെ പരാതികളിൽ അതിവേഗ പരിഹാരം ഉറപ്പാക്കാൻ പരാതികൾ നേരിട്ട് വിലയിരുത്തുമെന്നും ശ്രീ ചൌഹാൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. കനത്ത മഴയും വെള്ളപ്പൊക്കവും നാശം വിതച്ച പഞ്ചാബിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി. ഇന്നലെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനുമായി ശ്രീ മോദി സംസാരിച്ചു. പഞ്ചാബിന് എല്ലാ സഹായവും പിന്തുണയും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ശക്തമായ പ്രതിരോധ നടപടികൾ തുടർന്ന് ആരോഗ്യവകുപ്പ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗികളുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രോഗബാധയെ തുടർന്ന് 2 പേരാണ് മരിച്ചത്. കേരളത്തിൽ ഈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. 1ാം ഓണ ദിവസമായ വ്യാഴാഴ്ചയും റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതായിരിക്കും. ഇന്ന് ലോക നാളികേര ദിനം. 27ാമത് ലോക നാളികേര ദിനാഘോഷം കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ നാളികേര മേഖലയുടെ പുനരുജ്ജീവനത്തിനായി നവീകരിച്ച പദ്ധതിയുടെ പ്രഖ്യാപനവും കേന്ദ്രമന്ത്രി നിർവഹിക്കും. മന്ത്രിമാരായ പി പ്രസാദ്, പി രാജീവ് തുടങ്ങിയവർ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്. അന്താരാഷ്ട്ര നാളികേര സമൂഹത്തിന്റെ സ്ഥാപക ദിനമാണ് ലോക നാളികേര ദിനമായി ആഘോഷിക്കുന്നത്. നാളികേരത്തിന്റെ അനന്ത സാധ്യതകൾ അനാവരണം ചെയ്യാനുള്ള ആഗോള പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമേകുക എന്ന പ്രമേയത്തിൽ ഏകദേശം 90 നാളികേര ഉൽപാദക രാജ്യങ്ങളിലാണ് ദിനാചരണം സംഘടിപ്പിക്കുക. ഒരു ദശകത്തിനു ശേഷം ഇതാദ്യമായി നാളികേര വികസന ബോർഡിന്റെ കർഷക ക്ഷേമ പദ്ധതികളും ആനുകൂല്യങ്ങളും കാലാനുസൃതമായി നവീകരിക്കുകയാണ്. രാജ്യത്ത് ഈ സാമ്പത്തിക വർഷം മൊത്തം 23,000 ഹെക്ടറിലാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ബോർഡ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ 10,000 ഹെക്ടർ കേരളത്തിലാണ്. തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും നാളികേര ഉൽപാദനം ഉയർത്തുന്നതിനും ഒട്ടേറെ നടപടികളാണ് കേരള സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. തേങ്ങയുടെ ഉപഭോഗം കൂടുതലായുള്ള സംസ്ഥാനത്ത് അടുത്തിടെ വെളിച്ചെണ്ണ വിലയിലുണ്ടായ വൻ കുതിച്ചുചാട്ടം വലിയ തിരിച്ചടിയായിരുന്നു. എന്നാൽ ഓണക്കാലം കൂടി കണക്കിലെടുത്ത് വെളിച്ചെണ്ണ വില കുറയ്ക്കാൻ സർക്കാർ ഇടപെട്ടതോടെ ന്യായമായ വില തുടരാനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഭൂവിനിയോഗ വകുപ്പിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ലോക നാളികേര ദിനമായ ഇന്ന് മന്ത്രി AK ശശീന്ദ്രൻ കുറ്റ്യാടി കേരസമൃദ്ധി മിഷൻ ഉദ്ഘാടനം നിർവഹിക്കും. തെങ്ങ് കൃഷിയുടെ വികസനവും കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയുമാണ് പദ്ധതിയുടെ ആദ്യഘട്ടം ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള സെമിനാറിൽ ശാസ്ത്രജ്ഞർ, ഗവേഷകർ, ജനപ്രതിനിധികൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുക്കും. അടുത്ത വർഷം ഓഗസ്റ്റിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. 17 വർഷത്തിനു ശേഷമാണ് ഇന്ത്യയിൽ മത്സരം നടക്കുന്നത്. പാരീസിൽ നടന്ന ഈ വർഷത്തെ ചാമ്പ്യൻഷിപ്പിന്റെ സമാപന ചടങ്ങിലാണ് ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ പ്രഖ്യാപനം നടത്തിയത്. 2009 ഹൈദരാബാദിലാണ് ഇന്ത്യയിൽ അവസാനമായി ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നടന്നത്. ബീഹാറിൽ നടക്കുന്ന ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ കസാഖിസ്ഥാനെ എതിരില്ലാത്ത 15 ഗോളിന് തകർത്ത് ഇന്ത്യ. ഇന്ത്യയുടെ തുടർച്ചയായ 3ാം ജയമാണ് ഇത്. ഇതോടെ പൂൾ എയിൽ ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 1ാമതെത്തി. റെയിൽവേ ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇന്ത്യൻ റെയിൽവേയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെയും SBI ചെയർമാൻ CS ഷെട്ടിയുടെയും സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ വച്ച് ധാരണാപത്രം കൈമാറി. ആകസ്മിക മരണമുണ്ടായാൽ ഇൻഷുറൻസ് ആനുകൂല്യം 1 കോടി രൂപയായി വർദ്ധിപ്പിച്ചു. ആണവ കരാർ സംബന്ധിച്ച് ഇറാനെതിരെ വീണ്ടും UN ഉപരോധം ഏർപ്പെടുത്താനുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ നീക്കത്തെ തള്ളി ചൈനയും റഷ്യയും. ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ നീക്കം നിയമാധിഷ്ഠിതമല്ലെന്ന് UN സുരക്ഷാ സമിതിയിലെ സ്ഥിര അംഗങ്ങളായ ചൈനയും റഷ്യയും അഭിപ്രായപ്പെട്ടു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ UAE വിദേശ വ്യാപാര മന്ത്രിയുമായി മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തി. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ കീഴിൽ ഇന്ത്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും കൈവരിച്ച പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയ്ക്ക് ഉത്തേജനം പകരുന്നത് ലക്ഷ്യമിട്ട് സെമികോൺ ഇന്ത്യ 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. ഭൂകമ്പം നാശം വിതച്ച അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ സഹായം എത്തിക്കുമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. നാളികേരത്തിന്റെ അനന്ത സാധ്യതകൾ തിരിച്ചറിയുകയെന്ന പ്രമേയവുമായി ഇന്ന് ലോക നാളികേര ദിനം. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എറണാകുളത്ത് നാളികേര ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും.
2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ വേദിയാകും. ഇന്ത്യയിൽ മത്സരം നടക്കുന്നത് 17 വർഷങ്ങൾക്ക് ശേഷം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.